നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ ചന്ദ്രൻ കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കൂടാതെ വളരെയധികം സൗഭാഗ്യ സമയമാണ്. ഭക്തിസാന്ദ്രമായ രാമായണ മാസം, അതായത് കർക്കിടക മാസം ആരംഭമായിരിക്കുകയും ചെയ്യുന്നുണ്ട്. വളരെയധികം നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ, ശോഭനമായ ഒരു ഭാവി എന്നിവ ലഭിക്കുന്ന 15 നക്ഷത്രക്കാരുണ്ട്. ഈ കർക്കിടക മാസം നമ്മൾ പറയാറുണ്ട്, കർക്കിടക മാസത്തെ പൊതുവെ വറുതിയുടെ മാസമാണ് അല്ലെങ്കിൽ പഞ്ഞ മാസമാണ് എന്നൊക്കെ. പക്ഷേ ഈ 15 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും സൗഭാഗ്യദായകമായ ഒരു സമയം തന്നെയാണ് തുടങ്ങിയിരിക്കുന്നതെന്ന് കണ്ണടച്ച് പറയാൻ സാധിക്കും. ഇതിൻ്റെ ഫലങ്ങൾ തുടർന്ന് ചിങ്ങമാസത്തിലും നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം മഹനീയമാക്കി മാറ്റുന്നതുമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം കൂടിയാണ്, ഈ കർക്കിടക മാസത്തിൽ വളരെയധികം സൂക്ഷിക്കേണ്ട 3 നക്ഷത്രക്കാരുണ്ട്. അതായത് മീനം രാശിയിൽ വരുന്ന പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി വരുന്ന നക്ഷത്രക്കാർ അല്പം സൂക്ഷിക്കുക. അപ്പോൾ ദുരിതമുക്തിക്കായി അല്ലെങ്കിൽ ദുരിതമോചനത്തിനായി ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതിലൊക്കെ ഉപരിയായി ഗൃഹത്തിൽ രാവിലെയും വൈകുന്നേരവും വിളക്കു തെളിയിച്ച് പ്രാർത്ഥിക്കുക. ഈ ഒരു സമയത്തിൽ ഈ ഒരു നക്ഷത്രക്കാർ അല്ലെങ്കിൽ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാർ എന്ന് മാത്രമല്ല, ആർക്കും എപ്പോഴും ഈ ഒരു കർക്കിടക മാസത്തിൽ നിങ്ങൾക്ക് രാമായണ പാരായണം ചെയ്യാവുന്നതാണ്. എങ്കിലും ഈ മീനം രാശിക്കാരായ ആളുകൾ അല്പം സൂക്ഷിക്കണമെന്നത് വളരെയധികം എടുത്തു പറയുകയാണ്. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഒരു റീതിങ്കിങ് അല്ലെങ്കിൽ ഒന്ന് രണ്ട് പ്രാവശ്യം നിങ്ങൾ ചിന്തിച്ച് വേണം ഏത് കാര്യത്തെയും സമീപിക്കുവാൻ. അതുകൂടാതെ എന്തെങ്കിലുമൊക്കെ പേപ്പർ വർക്കുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ സൈൻ ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾ ഒരുപാട് തവണ അത് വായിച്ചു നോക്കി മനസ്സിലാക്കുക. കൂടാതെ നമ്മൾക്ക് നമ്മുടേതായ ആഗ്രഹങ്ങൾക്കൊപ്പം നിൽക്കുന്ന ചില ആളുകളുണ്ടെന്നൊരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അവരോട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു അഡ്വൈസ് തേടുന്നതും ഈ ഒരു സമയം, അതായത് ഈ കർക്കിടക മാസത്തിൽ അത്ര കുറച്ചിലായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു കർക്കിടക മാസം നിങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുകൾ വരാൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ ടെൻഷനായി കാണുകയല്ല. അപ്പോൾ പ്രധാന കാര്യങ്ങൾ, ചിലപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ഭാഗ്യം കൊണ്ട് ചിലപ്പോൾ പുതിയൊരു പണിഞ്ഞു വെച്ചൊരു വീട് വാങ്ങിക്കാൻ യോഗം ഉണ്ടാകുന്നു. അപ്പോൾ അതിൻ്റെ പേപ്പർ വർക്കുകൾ, അപ്പോൾ ഈ സൈൻ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ, ഒപ്പിടുന്ന വേളകളിലൊക്കെ നമ്മൾ ആരുടെയെങ്കിലും നിർദ്ദേശങ്ങൾ കൂടി സ്വീകരിച്ചതിന് ശേഷം ഇങ്ങനെയുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുള്ളൂ എന്ന് പറയുകയാണ്. ബാക്കിയുള്ള നക്ഷത്രക്കാർക്കൊന്നും ഈ കർക്കിടക മാസം വളരെയധികം ബുദ്ധിമുട്ടുകൾ നൽകുന്നില്ല. ഗുണദോഷ സമ്മിശ്രമായ സമയമുള്ളവരുണ്ട്. പിന്നെ 15 നക്ഷത്രക്കാരുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ വളരെയധികം സൗഭാഗ്യ സമയത്തിലാണ് നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത്. എങ്കിലും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, ഭക്തിസാന്ദ്രമായ രീതിയിൽ മുന്നോട്ട് പോവുക. ഇതിൻ്റെ ഗുണാനുഭവങ്ങൾ പൂർണ്ണമായി നിങ്ങളിലേക്ക് എത്തുന്നതിന് ഇത് വഴിയൊരുക്കുന്നതാണ്. അപ്പോൾ ആ 15 നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ അധ്യായത്തിലൂടെ അറിയാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാർക്ക് സാമ്പത്തികമായി വളരെയധികം ലാഭം, നേട്ടം ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. വസ്തുവകകളുടെ എന്തെങ്കിലും ക്രയവിക്രയങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ കർമ്മമേഖല, നിങ്ങൾ ജോലി ചെയ്യുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് സ്ഥാനക്കയറ്റത്തിനോ സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനോ പുതുതായിട്ട് ചില സ്ഥാനങ്ങളൊക്കെ, പദവികളൊക്കെ വന്നു ചേരാൻ യോഗം കാണുന്നുണ്ട്. കൂടാതെ ഇടവം രാശിക്കാരായ ആളുകൾക്ക് ജോലിക്കായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാകുമല്ലോ, പഠിച്ചൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് ഉത്തമ ജോലി ലബ്ധിയും ഈ കർക്കിടക മാസത്തിൽ ഉണ്ടാകുന്നതാണ്. ആരോഗ്യം മെച്ചപ്പെടുന്നതാണ്. അപ്പോൾ കർക്കിടക മാസമാണ്, ഔഷധ സേവയ്ക്കൊക്കെ പറ്റിയ ഒരു സമയമാണെന്ന് കൂടി മനസ്സിലാക്കുക. അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകുന്നതാണ്. ധാരാളം ഭാഗ്യാനുഭവങ്ങൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം നേട്ടങ്ങൾ, കിട്ടാത്ത ധനങ്ങൾ ഉണ്ടാകുന്നതാണ്. അതിലിപ്പോൾ കുടുംബ സ്വത്തുക്കളൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽപ്പെട്ട് കിട്ടാതെ കിടക്കുന്നുണ്ടെങ്കിൽ അത് വരെ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഒരു തടസ്സങ്ങളുമില്ലാതെ എത്തിച്ചേരുക എന്നതാണ് അതിനെ യഥാർത്ഥമായി പറയേണ്ട ഒരു വാക്ക്. തടസ്സങ്ങളൊക്കെ ഒഴിയുന്ന ഒരു നല്ല സമയത്തിലാണ് എത്തി നിൽക്കുന്നത്. പ്രാർത്ഥന, വഴിപാട്, ക്ഷേത്രദർശനം എന്നിവയായി മുന്നോട്ട് പോയിക്കൊള്ളുക. നല്ല ഒരു ഫലം ഈ കർക്കിടകം കഴിയുന്നതിന് മുന്നേ തന്നെ ഈ കർക്കിടക മാസത്തിൽ നിങ്ങൾക്ക് ലഭിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. മകയിരം രണ്ടാം പകുതി ഭാഗം, തിരുവാതിര, പുണർദം മുക്കാൽ വരുന്ന മിഥുനം രാശിക്കാരായ ആളുകൾക്കും ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ചിന്തനം അത് നല്ല കാര്യം തന്നെയാണ്. എങ്കിലും അത് ഓവറായി ചെയ്യേണ്ട കാര്യം ഇല്ല.
നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ഭാവിയെ കെട്ടിപ്പടുക്കാൻ അല്ലെങ്കിൽ ഭാവിക്ക് ഉതകുന്നതായ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന ഒരു സമയത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ചില നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതായ അവസ്ഥകളും അവസരങ്ങളുമൊക്കെ ഈ കർക്കിടക മാസത്തിൽ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. കർമ്മ മേഖലയിൽ അല്പം സംതൃപ്തിക്കുറവൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് ജോലിയുടെ ടെൻഷൻ കൊണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത ജോലി കഷ്ടപ്പെട്ട് ചെയ്യുന്നത് കൊണ്ടും ആകാം. എങ്കിലും ഈ കർക്കിടക മാസത്തിൽ ജോലിയെ ഇഷ്ടത്തോടു കൂടി ചെയ്യാനും ആ ജോലിയിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം ഒരു മാറ്റങ്ങൾ, ചിലപ്പോൾ സ്ഥാനമാനങ്ങളുടെ അല്ലെങ്കിൽ ചില പദവികൾ ലഭിക്കുന്നതാകാം, അല്ലെങ്കിൽ ശമ്പള വർധനവാകാം. ഏതായാലും ഈ കർക്കിടക മാസത്തിൽ ഇതുവരെ അല്പം ഈർഷ്യയോടെ നിങ്ങൾ നോക്കിക്കണ്ട നിങ്ങളുടെ കർമ്മ മേഖലയെ വളരെയധികം സ്നേഹത്തോടെ അല്ലെങ്കിൽ ബഹുമാനത്തോടെ നോക്കിക്കണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ കർമ്മമേഖല അല്ലെങ്കിൽ കർമ്മ സ്ഥലത്ത് മികച്ചതായ ഒരു പ്രകടനം കാഴ്ചവെക്കാനും നിങ്ങൾക്ക് സാധിക്കുമെന്നത് ഈ കർക്കിടക മാസത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഭാഗ്യം തന്നെയാണ്. സാമ്പത്തികമായി ധാരാളം നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ഭാഗ്യാനുഭവങ്ങൾ, ഭാഗ്യം ഉണ്ടായാൽ മാത്രം പോരാ, അത് അനുഭവിക്കാനുള്ള യോഗം കൂടി വന്നു ചേരണം. അപ്പോൾ ഇവിടെ ഭാഗ്യം അനുഭവിക്കാൻ, ഭാഗ്യാനുഭവത്തിനുള്ള യോഗം കൂടിയാണ് നിങ്ങൾക്ക് തെളിഞ്ഞിരിക്കുന്നത്. പുണർദം കാൽഭാഗം പൂയം ആകില്യം വരുന്ന കർക്കിടകം രാശിക്കാർക്കും സാമ്പത്തികമായി ഒരു മാറ്റമുണ്ടാകും, ഒരു സ്ഥിരതയുണ്ടാകുന്ന സമയം കൂടിയാണ്. വസ്തുക്കൾ വാങ്ങാനുള്ള, അല്പം വസ്തു വാങ്ങാനുള്ള ഒരു യോഗമൊക്കെ കാണുന്നുണ്ട്. ഒരുപാട് നാളെ അല്പം ഭൂമി വാങ്ങിക്കണം, സ്വന്തമായി ഒരു തുണ്ട് ഭൂമി വേണമെന്നൊക്കെയുള്ള ആഗ്രഹം മനസ്സിൽ പേറിക്കൊണ്ട് നടക്കുന്ന ആളുകളുണ്ടാകുമല്ലോ. അപ്പോൾ നിങ്ങളുടെ ആ ആഗ്രഹം, അല്പം ഭൂമി എന്ന ഒരു സ്വപ്നം പൂവണിയുന്ന സമയമാണ്. കൂടാതെ സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി ലഭിക്കുവാനോ, സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാനോ ലഭിക്കുവാനോ, അതായത് സമ്മാനമായൊക്കെ കിട്ടുവാനോ ഒക്കെയുള്ള യോഗം കാണുന്നുണ്ട്. ആഭരണങ്ങൾ, അതായത് നിങ്ങൾക്ക് മാറ്റുകൂട്ടുന്നു, നിങ്ങളുടെ ആ ഒരു ഭംഗിയേക്ക് ആ ഒരു മനോഹാരിത വർദ്ധിപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ള ഭാഗ്യവും ഈ കർക്കിടക മാസത്തിൽ നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി വരുന്ന കന്യരാശിക്കാർക്കും വളരെയധികം സന്തോഷം, സമാധാനം ഒക്കെ വന്നു ചേരുന്ന ഒരു സമയത്താണ് നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ കർക്കിടക മാസം ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങളെ ഈ ഒരു മാസം അലട്ടുകയില്ല. സാമ്പത്തികപരമായിട്ട് നോക്കിയാലും ദാമ്പത്യപരമായിട്ട് നോക്കിയാലും ഒക്കെ വളരെയധികം ഭാഗ്യസമയം തന്നെയാണ്. സന്തോഷം ധാരാളം വന്നു നിറയുന്ന സമയമാണ്. ഉല്ലാസ യാത്രകൾക്ക്, മനസ്സന്തോഷം നൽകുന്ന ചില യാത്രകളൊക്കെ ചെയ്യാനുള്ള യോഗം ഈ ഒരു സമയം ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ ആരോഗ്യകാര്യങ്ങളിലും മെച്ചപ്പെട്ട ഒരു ആരോഗ്യം നേടിയെടുക്കാൻ സാധിക്കും. അലട്ടിക്കൊണ്ടിരുന്ന അസുഖങ്ങൾക്കൊക്കെയും ഒരു വിടുതൽ അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാകുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുമെന്നതാണ്. നിങ്ങളെ ബാധിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നുകൊണ്ടിരുന്ന ശാരീരിക വേദനകളാകട്ടെ അല്ലെങ്കിൽ മാനസിക പ്രയാസങ്ങളൊക്കെ ആകട്ടെ, ഇതൊക്കെയും ദൈവാധീനത്താൽ അകന്നു പോകുന്ന സമയമാണ്. അതേപോലെ ബിസിനസ് ചെയ്യുന്ന ആളുകൾ, അവർക്കും വളരെ നല്ല ഒരു ഭാഗ്യസമയമാണ്. ഒരു മുന്നേറ്റത്തിൻ്റെ, ഒരു കുതിപ്പിൻ്റെ, ലാഭം, ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് ലാഭം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് കന്യരാശിക്കാർക്ക്. കൂടാതെ ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ കാര്യത്തിലേക്ക് വന്നാൽ ബിസിനസ് വിപുലീകരിക്കാനും ഒക്കെ ഉള്ള ഒരു സമയം കൂടിയാണ്. കഴിഞ്ഞ സമയങ്ങളിലൊക്കെ അപേക്ഷിച്ച് നോക്കിയാൽ ബിസിനസ്സിലാകെ ഒരു ഡള്ളായ അവസ്ഥ നിങ്ങൾ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ് നിർത്തിയാലോ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളും ഉണ്ടാകും. അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കേണ്ട തൽക്കാലത്തേക്ക് അത്രത്തോളം നല്ലൊരു സമയം തന്നെയാണ്. ഈ തുടർന്നും ഭാഗ്യങ്ങൾ ചിങ്ങമാസത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സമയമാണ്. അതിനെക്കുറിച്ചുള്ള മറ്റൊരു വീഡിയോ ഒക്കെ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ലാഭം ധാരാളമായി വന്നു ചേരുന്ന സമയം കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗ്യം നിങ്ങൾക്ക് 2026 വരെയൊക്കെ തുടർന്ന് പോകുന്നുണ്ട്. അത്രത്തോളം നല്ലൊരു മാറ്റത്തിൻ്റെ സമയം കൂടി എത്തി നിൽക്കുന്ന ഈ ഒരു വേളയിൽ നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, വഴിപാടുകൾ സമർപ്പിക്കുക. ഒന്നും സാധിക്കാത്ത പക്ഷം വീട്ടിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. അതിൻ്റെ മുൻപിലെങ്കിലും അല്പനിമിഷങ്ങൾ കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. ഇത് വളരെയധികം ഭക്തിസാന്ദ്രമായ ഒരു രാമായണ മാസത്തിൽ അല്ലെങ്കിൽ കർക്കിടക മാസത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് എന്ന ഒരു ബോധം കൂടി നിങ്ങൾ ഉണ്ടാക്കുക. വളരെയധികം ഭാഗ്യവും നേട്ടവും ഐശ്വര്യവുമാണ് നിങ്ങൾക്ക് ഈ ഒരു മാസം ലഭിക്കാനായി പോകുന്നത്. ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാർക്കും വളരെയധികം മാറ്റങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. ഒരുപാട് തഴയപ്പെട്ട അവസ്ഥകൾ, ഒരുപാട് കളിയാക്കലുകൾ കേൾക്കേണ്ടി വന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം, ഒരു മോചനമൊക്കെ വന്നു ചേരുകയാണ്. പുതിയ ജോലി ലഭിക്കാനും കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് ഒരു മാറ്റത്തിൻ്റെ, ഉയർച്ചയുടെ പുതിയ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. ആരോഗ്യകാര്യങ്ങളിലും വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു മാറ്റം വന്നിരിക്കുകയാണ്. എങ്കിലും അല്പം ആരോഗ്യപരമായി നോക്കുമ്പോൾ ശ്രദ്ധകളൊക്കെ കൊടുത്ത് മുന്നോട്ട് പോകണം. ഈ മഴക്കാലമൊക്കെയാണ്, അതുകൊണ്ടാണ് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. എങ്കിലും ഭൂരിഭാഗം നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിഷമിപ്പിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെയും പരിഹാരം വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഈ കർക്കിടക മാസം. വളരെ ഭക്തിയോടുകൂടി ധൈര്യമായി മുന്നോട്ട് പോയിക്കൊള്ളുക. നേട്ടങ്ങളും ഭാഗ്യങ്ങളുമാണ് ഈ ഒരു സമയം നിങ്ങളെ കാത്തിരിക്കുന്നത്.